പൈസ ഇല്ലെങ്കിൽ ഒരു അടിപൊളി പട്ടിക്ക് answer വേണ്ടിയില്ല. ഒരു കയ്യിൽ കുറെ സ്നേഹം. ഫിലോസഫി ചോദ്യമാണ്, ഞങ്ങൾ എല്ലാ ഗസ്റ്റിനോടും ചോദിക്കുന്നതാണ്. അത് പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും തല്ലുകൂടാറുണ്ട്. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സൊല്യൂഷനിൽ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഗസ്റ്റിനോട്. ഇതാ പറയല്, ഒരു കയ്യിൽ കുറെ സ്നേഹം, ഒരു കയ്യിൽ കുറെ പൈസ. ഇത് തന്ന ഒന്നേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നൂറൂനെ പോലത്തെ കുറെ ചങ്കുകൾ, അതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് കുറെ പൈസ, ഏത് സെലക്ട് ചെയ്യും? ഇപ്പം കുറച്ച് അത്യാവശ്യം കൈക്ക് പൈസ ഉള്ളതുകൊണ്ട് ഞാൻ അപ്പൊ അവിടെ ആൻസർ കറക്റ്റ് ആണ്. കാരണം പൈസ വന്നതിന് ശേഷം പൈസ ഉണ്ടെങ്കിൽ സ്നേഹം വരും, എല്ലാം വരും. സ്വാഭാവികം. പൈസ ഇല്ലെങ്കിൽ ഒരു അടിപൊളി പട്ടിക്ക് answer വേണ്ടിയില്ല. അത് അടിപൊളി ആൻസർ. പൈസ ഇല്ലാത്തൊരു സമയം ആയിരുന്നെങ്കിൽ പൈസ സെലക്ട് ചെയ്യും. സ്വാഭാവികല്ലേ? പൈസ വന്നു കഴിഞ്ഞാൽ എല്ലായി. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പൈസ ഉണ്ട് എന്ന് കരുതിയിട്ട് ഞാൻ എന്തോ ആണെന്നുള്ള തോന്നൽ എനിക്കില്ല കേട്ടോ സത്യത്തില്. പിന്നെ ഞാൻ വലിയ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അതിന് മാത്രം പൈസ ഒന്നും ഉണ്ടായിട്ടല്ല. എന്നാലും ഞാൻ വലിയ സംഭവമാക്കിയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ വലിയ സംഭവം അല്ലായിരുന്നു. അത് നമ്മളെ പിന്നെ യൂസ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും ഇഷ്ടംമാതിരി ആളുകൾ വരും. ഇത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞിട്ടും പ്രോഫിറ്റ് ഷെയർ പറഞ്ഞിട്ടും പിന്നെ അതൊന്നും ഇല്ലാതാവലാണ്. എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പണി, 8 പണികൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എന്താക്കി, ഞാൻ ഒരു മനുഷ്യനെ ഇൻവെസ്റ്റ് ചെയ്ത് നിർത്തി. ഞമ്മക്ക് അറിയണ ഗെയിം കളിക്കുക ഇല്ലേ? ഇത് ഞമ്മക്ക് ഇങ്ങനെ ആലോചന പഠിച്ചോനെ, നമ്മളെ പറ്റിച്ചല്ലോ. ഇതിങ്ങനെ നമ്മളെ ചിന്തിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വെറുതെ എന്തിനാ നമ്മൾ ടെൻഷൻ എടുക്കുന്നത്? ലാഭം കിട്ടിയാൽ തരുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ചിലപ്പം ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രോഫിറ്റ് തരും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഒരു റേഷ്യോ ഒക്കെ കാണിച്ചു തന്നിട്ടേക്കാറ് ഒരു വരില്ല. ഒരു മനുഷ്യന് ആ കാര്യത്തില് വിശ്വസിക്കുക. പോയത്തില് സുഫിയാൻ നൽകുന്ന കൂടെ അവാർഡാണ് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി പറയാം. നമ്മൾ കോളേജ് പഠിക്കുമ്പോ സ്കൂളിൽ പഠിക്കുമ്പോ നമ്മൾ ആരും അല്ല, അന്ന് നമ്മൾ ആരും അല്ലാത്ത നമ്മളൊപ്പം കുറെ ആളുകൾ ഉണ്ടാവും. അവരെ നമ്മളെപ്പോഴും കൂടെ പിടിക്കുക. നമ്മള് എന്തെങ്കിലും ആയതിനു ശേഷം നമ്മളെ കൂടെ കൂട്ടുന്ന ആളുകൾ ആണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മുതലെടുക്കാനുണ്ടാവും.